He's coming. गंधर्वा सितारों की महफिल में करके इशारा कहा अब तो सारा जहां है तुम्हारा। ഗന്ധർവ ഗന്ധർവനാ? ആരാണ് എന്റെ ബാക്കില്? ആരുമില്ലല്ലോ. എന്റെ കാവിലമ്മേ പിടിക്കപ്പെട്ടു. ഹായ് ഗന്ധർവ, I'm ദർശിനി പ്രിയ. You can call me ദച്ചു or ദർശു. ഗന്ധർവനാ? ഞാനാ? ഈ കുരുപ്പത്ത് എവിടെ നിന്നാണാവോ പൊന്തി വന്നത്? Do you know English? ഓ, ഓ, പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവൂല. കുട്ടി, ഞാൻ ഗന്ധർവനാണ്. ഇതിലൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. എന്നെ കണ്ട കാര്യം തൽക്കാലം കുട്ടി ആരോടും പറയണ്ട. No. സന്തോഷം. എന്നാ കുട്ടി പോയി ഇറങ്ങിക്കോളൂ. No, I want to hear your song. ബെസ്റ്റ്. മനുഷ്യനിവിടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല, അപ്പോൾ ആ പാട്ട് പാടാൻ പോണത്. അതെ കുട്ടി, ഈ ഗന്ധർവന്മാർ പാട്ട് പാടുമെന്ന് ആരാ കുട്ടീനോട് പറഞ്ഞത്? അമ്മായി. അതെ കുട്ടി. Not കുട്ടി, I'm ദർശിനി പ്രിയ. You can call me ദർശു or ദച്ചു. ഈ കുരിപ്പ്. ദർശു. Huh? What did you say? മഹാദേവ, എന്തേലും കുഴപ്പമായോ? What did you say? അല്ല അത് പിന്നെ ദർശു. Oh my god, thank you ഗന്ധർവ. ഓ, അപ്പൊ കുഴപ്പമില്ല. ഇങ്ങേരിതെന്താണ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുപോലെ? ഡോ മാധവേട്ടാ, ഡോ എന്താടാ? സമയമില്ല, തമ്പി സാറ് വരും. അതെ കുട്ടി. അയ്യോ, ദർശു പോയി ഇറങ്ങിക്കോ. പാട്ട് ഞാൻ നാളെ പാടിത്തരാം. ഇന്ന് എൻ്റെ ഈ തൊണ്ട ശരിയല്ല. Are you sick? Yeah. Okay, I will understand. So, okay, tomorrow. അതാണ്. എന്നാ പോയി ഉറങ്ങിക്കോ. Okay. Bye. Good night. Good night. Bye. ഗന്ധർവ. ഇനി എന്താണാവോ? I know you don't want me to go, and you know how to keep me awake, beating up the heat when it's cold. Actually, Baby, at the end of the you day, are very handsome man, and I like you. നീലക്കായലു പോൽ തോന്നും മോമൽ കണ്ണാണ് മൂടിക്കാർ മൂക്കിലും സാകും നാളം ചോളാണ് കണ്ണും നെഞ്ചും കണ്ണാലെ നീ കാണും നേരത്ത് തങ്കത്താമര പോൽ ഊന്തേൻ ചിന്തും നെഞ്ചാണ്. ഉണ്ണിയെ വാടാ, സമയം ഒരുപാട് താമസിച്ചു. ആണോ? എന്നാ അങ്ങോട്ട് നടക്ക മാധവൻ ഗന്ധർവോ. എന്ത്? അല്ല, ഈ ഗന്ധർവനൊക്കെ ഇപ്പോ എന്താ ഡിമാൻഡ്? നീ അധികം മുണ്ടണ്ട, നീയാണ് ഇതിനൊക്കെ കാരണം. എന്നാലും മാധവേട്ട, ആ പെണ്ണ് ആരായിരിക്കും? അല്ലേ, ഇതിനു മുന്നേ അവളെ നമ്മുടെ നാട്ടിൽ പോലും കണ്ടിട്ടില്ലല്ലോ. ആന്നേ, ശരിയാ, അതാ ഞാനും ആലോചിച്ചത്. ആ പെണ്ണ് ഏതാന്ന്. മാധവേട്ട, മുത്തശ്ശിയൊക്കെ പറയാറുണ്ട്, പണ്ട് രാത്രിയില് തിരുവമ്പാടി തറവാടിന്റെ അടുത്തൂടെയോ അല്ലെങ്കിൽ തറവാട്ടിലോ പോയ പ്രേതങ്ങളെ കാണാൻ പറ്റുമെന്നൊക്കെ. ഇനി നമ്മളും അതേപോലെ വല്ലതും കണ്ടതാവോ ഈ പ്രേതമേ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രേതോ? മാധവേട്ട, നിങ്ങൾ എന്താണ് ഇങ്ങനെ ലോജിക്കില്ലാതെ പറയണത്? ദേ, നിങ്ങളിത് എന്നോട് പറഞ്ഞു. ഇതിന് വേറെ ആരോടും പോയി പറയാൻ നിൽക്കണ്ട. അത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പ്രേത. എന്റെ മാധവേട്ട, നിങ്ങൾ ഈ പ്രേതങ്ങളുടെ പ്രതിജ്ഞ കേട്ടിട്ടില്ലേ? അതിന് ഞാൻ പ്രേതമല്ലല്ലോ.
പ്രേതല്ലെങ്കിൽ എന്താ, ഇതിനൊക്കെ ചെറിയൊരു സെൻസ് പോരെ. ഓ, എന്നാ അടിയും പറഞ്ഞാലും അതെന്താണെന്ന് ആ ശ്രദ്ധിച്ച് കേട്ടോണം, പിന്നെ പറയൂല. പാലമരം ഈസ് മൈ കൺട്രി, ഓൾ പ്രേതങ്ങൾസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ആ ഇംഗ്ലണ്ട് പ്രേതം ഇവിടുത്തെ ഏതെങ്കിലും പ്രേതത്തിനെ കാണാൻ വന്നത് അവന് ചാൻസ് ഉള്ളത്. അതിനിവിടെ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി എന്ന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ച എന്താ, എന്ത് പ്രസക്തി എന്ന് ചോദിച്ച എന്തേലും ആവട്ടെ, നീ വന്നേ ഉണ്ണിയെ, നേരം വെളുക്കാറായി. അതിനു മുന്നേ കണാരേട്ടിന് ഇത് കൊണ്ടുപോയി കൊടുക്കണം. നന്ദിയുണ്ട് മാധവ, ഞാൻ വിചാരിച്ചതേയില്ല ഈ ആധാരം കിട്ടുമെന്ന്. അല്ല മാധവ, തമ്പിസാർ ഇതറിഞ്ഞാലോ? അതോർത്ത് കണാരേട്ടൻ പേടിക്കണ്ട, ഞങ്ങളൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അവിടെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കത്തില്ല, ധൈര്യമായി പൊക്കോ. എന്താ? ശത്രു. ആര് ചത്തെന്ന്? യുവർ നെയിം ശത്രു. ആ അത് പറ മോളെ, എന്റെ പേരാണോ വിളിച്ചേ? എന്റെ പേര് ശത്രു എന്നല്ല, ചന്ദ്രു എന്നാണ്. ശത്രു? അയ്യോ, ശത്രു അല്ല, ചന്ദ്രു. ശത്രു ദാ കിടക്കണ. ആ ശത്രു, അത് മതി. എന്താ വന്നത്? ശത്രു, ഐ വാണ്ട് ടു ലേൺ മലയാളം. ഉവ്വേ, എന്റെ പേര് പോലും മര്യാദക്ക് പറയാൻ അറിയില്ല, എന്നിട്ടാണോ മലയാളം പഠിക്കാൻ പോകുന്നത്? നിന്നെ കൊണ്ടൊക്കെ ഒക്കുവോ? വാട്ട്? പ്ലീസ് ശത്രു, പ്ലീസ്. ഓ കരയണ്ട, പഠിക്കാം. താങ്ക് യു. നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? നീ എന്തെങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് നീയല്ലേ ഉള്ളൂ. ആണല്ലേ, അപ്പോൾ അറിയാം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു? അത് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ, അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ താമസിച്ചു. പിന്നെ നല്ല മഴയും രാത്രി ഒരു യാത്ര വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ. ആ സമയത്ത് അമ്മയും അമ്മായും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അത് കഴിഞ്ഞ് അവർ പോയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു, അപ്പം ഫോൺ എടുത്തില്ല. ശേ, പെണങ്ങല്ലേടി, ഇങ്ങ് വന്നേ. വേണ്ട, കൊഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഷോ, മുഖമൊക്കെ ആകച്ച വന്നു. അതിന് നിങ്ങൾക്കെന്താ മാറേ, എനിക്കിവിടെ പണിയുണ്ട്. പണിയൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പൊ നീ ഒന്ന് വന്നേ, നിന്നെ ഒന്ന് ഞാൻ സ്നേഹിക്കട്ടെ. അശോകേട്ടാ വേണ്ട, വിട്ടേ, പിള്ളേര് വരൂ കേട്ടോ. അവര് വരൂല, നീ ഇങ്ങ് വന്നേ, ഞാനൊരു ഉമ്മ തരട്ടെ. അശോകേട്ടാ. എനിക്കങ്ങ് കേറി വരാലോ അല്ലേ? ഐഷു, നീ എപ്പോ വന്നു? ഓ, ഇപ്പൊ കേറി വന്നതേ ഉള്ളൂ. ഞാനൊന്നും കണ്ടിട്ടില്ലേ. ഞാനെന്നാ കുളിച്ചിട്ട് വരാമേ. നീ എന്താടി രാവിലെ തന്നെ? ഇന്ന് നിനക്ക് പോണ്ടേ? ഓ, ഇന്ന് അവധിയാന്നേ, അതാ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇരുന്ന് പൊടിമോളെ കളിപ്പിക്കാലോ. ആ, അവളെ വഷളാക്കുന്നതേ നീയാണ് കേട്ടോ. നിന്റെ എല്ലാ സ്വഭാവ ഗുണവും അത് പഠിക്കുന്നുണ്ട്. ഓ, ഇനിയിപ്പൊ എന്നാ പറ. ഇവിടെ എന്താ കഴിക്കാനുള്ളേ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഒന്നുമില്ല, വാ, നിനക്ക് ഉണ്ടാക്കി തരാം. മാധവേട്ടാ, ആ എന്താണ് വേണ്ടേ? ദാ ബുക്ക്. ഇനി ഇത് കിട്ടാത്തോണ്ട് ബാലമാഷിന് സങ്കടം വരണ്ട. ആഹാ, നീ വായിച്ചു കഴിഞ്ഞാ? പിന്നെ കഴിഞ്ഞു. എന്റെ മാധവേട്ടാ, എന്താ ബുക്കെന്നറിയോ? ഞാനാദ്യം ഈ മാണിക്യമാല എന്ന പേര് കണ്ടപ്പോ ഇതൊരു നോർമൽ മാണിക്യത്തിന്റെ സ്റ്റോറിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ മാധവേട്ടാ, കഥയുടെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് മാണിക്യന്റെയും മാലയുടെയും പ്രണയകഥയാണ് ഈ മാണിക്യമാല എന്ന ബുക്കെന്ന്. കൊള്ളാലോ, എന്നിട്ട് എങ്ങനെയുണ്ട് കഥ? പറയാൻ വാക്കുകളില്ല. ആദ്യമൊക്കെ നല്ല രസാണ്, അവസാനാകുമ്പത്തേക്കും ഒരു കരച്ചിലുണ്ട്. കരഞ്ഞ് കരഞ്ഞ് ചത്ത്. ഓ, അത്രയ്ക്ക് സങ്കടം ഉണ്ടാവൂലേ? പിന്നില്ലാതെ. സമയം കിട്ടുമ്പോ മാധവേട്ടനൊന്ന് വായിച്ചു നോക്ക്. പിന്നെ ഈ കഥയിലെ മാണിക്കനോട് ഒരു പ്രത്യേക ഇഷ്ടവും തോന്നും.
പിന്നെ ഇത് ബാലമാഷ് അറിയണ്ട, ബുക്ക് വായിച്ചപ്പോഴാ മനസ്സിലായത് എന്തുകൊണ്ടാണ് മാഷ് ഇത് ആർക്കും വായിക്കാൻ കൊടുക്കാത്തതെന്ന്. അതെന്താ? അതൊക്കെ ആ ബുക്കിലുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങാം മാധവേട്ടാ, ഒരിടം വരെ പോകാനുണ്ട്. ആ പെണ്ണെ, അല്ല നിന്റെ കയ്യിലെന്താ ഇത്? കത്തോ? കേട്ടോ, അത് അത് മാധവേട്ടാ എന്റെ ഒരു കൂട്ടുകാരിക്കാ, അവള് അക്കരെയുള്ളതാ, അതാ. എന്താടി ഒരു പരിങ്ങല്? ഒന്നുമില്ല മാധവേട്ടാ, ഞാനെന്ന് ഇറങ്ങാം. ആ മണിക്കുട്ടിയെ, ഇതെവിടായിരുന്നു നീ? ഞാനൊരിടം വരെ പോയതാ. ആഹാ, എന്നാ ഞാൻ ഇറങ്ങുവാണേ. മാധവേട്ടാ, ദാ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം. കൊള്ളാലോടാ, കണാരേട്ടന്റെ ആധാരം അച്ചടിച്ച പോലെ ഉണ്ടല്ലോ. ഇനി ഇത് വെക്കാൻ തിരുവമ്പാടിയിലേക്ക് പോണ്ടേ? പോണം. ഇന്ന് രാത്രി കൂടെ കയറണം. തമ്പി സാർ എത്തിയില്ലെന്ന് അറിഞ്ഞ് അങ്ങേര് മലബാർ അങ്ങോട്ട് പോയിക്കുക. 2 ദിവസം കൂടെ എടുക്കുമെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് തന്നെ പോയെടുത്ത് വെക്കണം. അല്ല, ഇന്നലത്തെ പോലെ വല്ല ലണ്ടവും പ്രേതവും വരാതിരുന്നാ മതിയായിരുന്നു. ഒന്ന് പോകൂടാ. നീ എങ്ങോട്ടാ? നീ പോകുന്നത് വെറുതെയാ. നിനക്കൊരിക്കലും അവനെ കിട്ടില്ല. ശാപം കിട്ടിയതാ അവന്. ശാപം കിട്ടിയതാ. നിന്റെ ആഗ്രഹം നടക്കൂല. നിങ്ങൾ ഒന്നിക്കില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പറ കളക്കട്ടെ. അത് ഗുഡ്, നീ നന്നായി മലയാളം പറയുന്നുണ്ട്. നമുക്ക് ബാക്കി സുമിത്ര എടുത്തിട്ട് നിന്ന് പഠിക്കാം. വാ. ഏട്ടത്തിയേ, നീയാ? ഏട്ടത്തി എന്തി? സാധനം വാങ്ങാൻ വേണ്ടി പോയിക്ക. ഇതാരാ? ഓ, ഇതെനിക്ക് വേണ്ടപ്പെട്ട ആളാ. വേണ്ടപ്പെട്ടതോ? ഹായ് സിസ്, ഐ ആം ദർശിനി പ്രിയ. യു ക്യാൻ കോൾ മീ ദർശു ഓർ ദച്ചു. ഓ, പ്രിയമ്മയുടെ മോളാണല്ലേ? ചേച്ചി പറഞ്ഞിരുന്നു. ആം ഐശ്വര്യ, സുമിത്രേച്ചിയുടെ അനിയത്തിയാണ്. അതെ, മൊട്ടച്ചി ഐഷുമ. വാട്ട്? ചന്ദ്രു? ഐഷുമ, നീ മലയാളം ടീച്ചറല്ലേ? ദോ ഇവക്ക് മലയാളം പഠിക്കണമെന്ന് ഒന്ന് പഠിപ്പിക്ക. ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചതാണ്, ഇനി നീ പഠിപ്പിക്ക്. ആഹാ, നല്ലതാ. എന്തൊക്കെയാ സാറ് പഠിപ്പിച്ചത്? ഞാൻ എന്തൊക്കെയാ നിന്നെ ലേൺ ചെയ്യിപ്പിച്ചതെന്ന്. ബെസ്റ്റ്. നീങ്ങ വന്നേ, ഞാൻ പഠിപ്പിക്കാം നന്നായിട്ട്. മലയാളം പഠിക്കണമെങ്കിലേ ആദ്യം നമുക്ക് ആൽഫബറ്റ്സ് അറിഞ്ഞിരിക്കണം. ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് പോലെ മലയാളത്തിലുമുണ്ട്. അതിനെ സ്വരങ്ങളെന്നും വ്യഞ്ജനങ്ങളെന്നും പറയും. വാട്ട്? ഇതല്ല ഞാൻ ആദ്യമേ അതൊന്നും പഠിപ്പിക്കാത്ത. അവള് കണ്ണ് തള്ളിയിരിക്കണ കണ്ടില്ലേ? അതെ, എനിക്കറിയാം എന്തൊക്കെ പഠിപ്പിക്കണമെന്ന്. ആരും ഉപദേശം തര ഇവിടെ ഇരിക്കണ്ട. ഞാനിരിക്കണില്ല. കിങ്ങിണിയേ? കിങ്ങിണി ഇവിടെ ഇല്ല. ഓ, കിച്ചുവേ? കിച്ചു ഇവിടെ ഇല്ല. ഞാനെന്നാ പോവാ. നിങ്ങൾ പഠിക്കോ പഠിപ്പിക്കോ എന്താന്ന് വെച്ചാ ചെയ്. അപ്പൊ ദച്ചു, ഇതാണ് ആ പറഞ്ഞേ. ആ, അപ്പോ നാളെ ആണല്ലേ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്ന പൂജ? നാളെ ഉമാമഹേശ്വര കാവ് തുറക്കും. വിഗ്രഹപൂജയാണ്. ഏട്ടത്തി, ഇപ്പോഴും ആ ശാപം ഉണ്ടോ? അത് മാറോ പ്രിയേ? അതിപ്പോഴും ഉണ്ട്. ഉത്സവത്തിന്റെ 10ാം നാൾ നെഞ്ചിലൊരു തീയാണ്. അന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് കേൾക്കുന്നത് ഒരാളുടെ മരണമാണ്. കഴിഞ്ഞ തവണ മരിച്ചത് ആ രവീന്ദ്രന്റെ മകനാണ്. ഉത്സവത്തിന്റെ അന്നൊക്കെ എന്ത് സന്തോഷമായി കണ്ട ചെക്കനാണെന്നോ. പിറ്റേന്ന് കാവില് ചോര വാർന്ന നിലയിലാ മരിച്ചു കിടക്കണ കണ്ടത്. അപ്പോ ഇത്തവണയും ഉണ്ടാകും അല്ലേ? വാട്ട്സ് ദാറ്റ്? അത് ദച്ചു, ഈ നാട്ടിലൊരു കോഴ്സ് ഉണ്ട്. ഇവിടുത്തെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ, 10th ഡേ, അന്ന് രാത്രി കാവിലെ ഉമാമഹേശ്വരം ക്ഷേത്രം പൂട്ടും. പിറ്റേന്ന് കണി കാണുന്നത് ചോര വാർന്ന് അവിടെ കിടക്കുന്ന ആളെയായിരിക്കും. എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. അന്ന് ഒരാളുടെ മരണം നടക്കും. മരിക്കുന്നതെല്ലാം പെൺകുട്ടികളാണെങ്കിൽ 19 വയസ്സും
ആൺകുട്ടികളാണെങ്കിൽ 25 വയസ്സുള്ളവരുമാകും. ഇത്തവണത്തെ ഉത്സവം പേടിയോടെ കാണേണ്ടത്. നമ്മുടെ ചന്ദ്രു അവൻ 25ആയി. പേടിയാ. ഹേ ഏട്ടത്തി, അതെവിടെ? നമുക്ക് പ്രാർത്ഥിക്കാം. മാധവേട്ടാ, നിങ്ങളിത് കൊണ്ടുപോയിക്ക്, ഞാനിവിടെ നോക്കാം. നോക്കണം, ഇല്ലേ നിനക്കിട്ട് തരും ഞാൻ. ഓ, നിങ്ങൾ പോകാൻ നോക്ക്, കത്തിയടിച്ചിരിക്കാതെ. ഗന്ധർവ, ഉയ്യോ മാധവേട്ടാ, ലണ്ടൻ പ്രേതം. ഒന്നും മിണ്ടാതിരി ഉണ്ണി. മാധവേട്ട അതോ ഇങ്ങോട്ട് വരുന്നു. ഇനി നിങ്ങളെ പ്രേതത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പോയി മേപ്പാടിനെ വിളിച്ചിട്ട് വരാം. പട്ടി. ഗന്ധർവൻ, ഓ, സോങ്. ദച്ചുമോളെ, അയ്യോ ദച്ചുമോളെ. അമ്മായി. മിണ്ടല്ലേ. അവൾ ആ ഹെഡ്സെറ്റും കുത്തി അവിടെ എവിടെയും ഇരിക്കുന്നുണ്ടാവും. എൻ്റെ ഏട്ടത്തി, വാ ഇങ്ങോട്ട്. ആ അല്ല, ഈ പത്തായ ആരാ തുറന്നിട്ടെ? ശേ, ഈ കേള് എന്താ ശ്രദ്ധയാണ്. പൂട്ടടക്കമുണ്ട്. ഇത് പൂട്ടിയേക്കാം. വാ പ്രീ. അയ്യോ പൂട്ടി പൂട്ടി. അയ്യോ ഉണ്ണി, ഫോണ് ഉണ്ണിയുടെ കയ്യിലാണല്ലോ. ശ്ശേ, പെട്ടല്ലോ. ഇതിപ്പോ എവിടുന്ന പട്ടി മൗനമായിട്ട് ശബ്ദം? ഏ? ഓ, ഇവിടുന്നായിരുന്നോ? ദർശു, ദർശു, എന്താ എന്താ കരയുന്നേ? ഡാർക്ക് റൂം. ഓ, പേടിക്കണ്ട, അവിടുന്ന് വെട്ടപ്പ് വരും. Why we don't go outside? ലോക്ക് ചെയ്തു. ശ്ശോ, ദോ വീണ്ടും മോങ്ങണം. ദർശു, ദർശു എടുത്താരാ? This is my mother's house. ഓ, പ്രിയദർശിനി അമ്മയുടെ മകളാണല്ലേ? Yeah, ദർശിനി പ്രിയ, you can call me. ആ മതി 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 മതി. ഈ ഡയലോഗ് നീ എത്രാമത്തെ തവണയാ എന്റെ പെണ്ണി എപ്പിസോഡിൽ പറയുന്നത്? നീ എന്താ ചെയ്യുന്നേ? I'm sitting. അതല്ല, നീ സ്റ്റഡി ഓർ ജോബ്? Study graphic design. ഓ, നിനക്ക് എത്ര വയസ്സുണ്ട്? 19. And you? 25. Oh, a big bro? അല്ലടി, നിനക്ക് മലയാളം അറിയത്തില്ലേ? No, but I'm studying. My teacher, Aisu. ഐസു? Aishwarya. ഓ, അത്. Gandharva. ആ, Song. ഈ പെണ്ണിത് വിട്ടില്ലേ? ദർശു, ഞാൻ ശരിക്കും ഗന്ധർവനല്ല. എൻ്റെ പേര് മാണിക്യൻ.